പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ നോക്കിയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് റോൾ ഈസ് റിട്ടൺ ആസ് SQOP ആൻഡ് പോൾ ഈസ് റിട്ടൺ ആസ് QQOI. ഹൗ ഈസ് പേജ് ഈസ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? നോക്കാം നമുക്ക്. ഫസ്റ്റ് കോഡ് നോക്കിക്കേ. റോൾ നമ്മളെങ്ങനെ എഴുതി? റോള് നമ്മളെങ്ങനെ എഴുതി? SQOP അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്തത് പറഞ്ഞു പോൾ എങ്ങനെ എഴുതി? പോളിനെ നമ്മളെങ്ങനെ എഴുതി? QQOI അങ്ങനെ എഴുതി അല്ലേ? ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നത്? പേജ് എങ്ങനെ എഴുതും? പേജ് എങ്ങനെ എഴുതും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ABCD അങ്ങ് എഴുതണം. ABCD എഴുതുക. നമ്മൾ ABCD എഴുതി കഴിഞ്ഞു. ഇനി നോക്കിയേ, ഓരോന്നിൻ്റെയും പ്രത്യേകത ഒന്ന് നോക്കണം. നോക്കിയേ, ആറിന് നേരെ എസ് എഴുതിയേക്കുന്നു. നോക്കിയേ, ആറും എസ്സും തമ്മിലുള്ള പ്രത്യേകത എന്താ? ആറിൻ്റെ തൊട്ടടുത്ത ആളാണ് എസ് അല്ലേ? ആറിൻ്റെ തൊട്ടടുത്ത ആൾ നമുക്ക് +1 എന്ന് കൊടുക്കാം. +1 തൊട്ടടുത്തുള്ള ആളാണ് എസ് എന്ന് പറയുന്നത് അല്ലേ? അടുത്ത് നോക്കിയേ, ഓയും ക്യൂവും തമ്മിലുള്ള ബന്ധം നോക്കിയേ. ഓ കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ട് ക്യൂ അല്ലേ? എന്ന് വെച്ചാൽ ഓ കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് ക്യൂ. ഓ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ ഞാൻ +2 എന്ന് കൊടുക്കുന്നു. ഓ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ആളാണ് ക്യൂ. അടുത്ത നോക്കിയേ, കഴിഞ്ഞ് എല്ലും ഓയാണ് തന്നേക്കുന്നത് അല്ലേ? കഴിഞ്ഞ് നോക്കിയേ 1 2 3 മൂന്നാമത്തെ ആളാണ് ഓ. ഞാൻ അതുകൊണ്ട് +3 എന്ന് കൊടുത്തു. +3. അടുത്ത കഴിഞ്ഞുള്ള എല്ലും ബിയും തമ്മിലുള്ള ബന്ധം നോക്കിയേ. എല്ലും ബിയും ഓക്കെ. കഴിഞ്ഞ് നാലാമത്തെ ആളാണ് പി. ഞാൻ +4 എന്ന് കൊടുക്കുന്നു. അപ്പം +1 +2 +3 +4 കണ്ടോ? ഓക്കെ. അടുത്ത പ്രത്യേകം നോക്കിയേ, പിയും ക്യൂവും തമ്മിലുള്ള പ്രത്യേകം നോക്കിയേ. പിയും ക്യൂവും, പിയുടെ തൊട്ടടുത്ത ആളാണ് ക്യൂ. ഞാൻ +1 എന്ന് കൊടുക്കുന്നു. അടുത്ത ഓയും ക്യൂവും തമ്മിലുള്ള ബന്ധം നോക്കിയേ. പി കഴിഞ്ഞ് ക്യൂ, ഒരാൾ കഴിഞ്ഞിട്ടാണ് ക്യൂ. ഞാൻ +2 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ ആളായതുകൊണ്ട്. ഇനി എല്ലും ഓയും തമ്മിലുള്ള പ്രത്യേകം നോക്കിയേ. കഴിഞ്ഞ് മൂന്നാമത്തെ ആളാണ് ഓ. ഞാൻ +3 എന്ന് കൊടുത്തു. ഇയും ഐയും കൂടെ നോക്കിയേ. കഴിഞ്ഞ് നാലാമത്തെ ആളാണ് ഐ. ഞാൻ +4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ നോക്കിയേ, മേളിലും താഴെ റോളും പോളും തന്നേക്കുന്നത് ഒരേ ലോ അനുസരിച്ചാണ് അവരടുത്ത കോഡ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ? +1 +2 +3 +4 എന്ന് വെച്ചാൽ പേജ് കഴിഞ്ഞ് തൊട്ടടുത്ത ആൾ വരണം, കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ വരണം, കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൾ വരണം, കഴിഞ്ഞിട്ട് നാലാമത്തെ ആൾ വരണം അല്ലേ? നോക്കാം. പിയുടെ തൊട്ടടുത്തുള്ള ആൾ ക്യൂ. ഓക്കെ. എയുടെ രണ്ടാമത്തെ ആൾ, കഴിഞ്ഞുള്ള രണ്ടാമത്തെ ആൾ സി. ഓക്കെ. ഇനി അടുത്ത ജി നോക്കാം. ജിയുടെ മൂന്നാമത്തെ ആൾ, കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ ജെ അല്ലേ? കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ ജെ. കഴിഞ്ഞ് നാലാമത്തെ ആൾ, കഴിഞ്ഞിട്ട് നാലാമത്തെ ആൾ ആരാ? ഐ. നോക്കിയ ആൻസർ QCJI. നോക്കിയോ, ഓപ്ഷൻ 4. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എന്താണോ റിലേഷൻ എന്ന് കണ്ടുപിടിക്കുക. ആ റിലേഷൻ നമുക്ക് ചോദിച്ചതിന് അതിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ, ബൈ ഹൗ മച്ച് % 700 ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ടു മേക്ക് ഇറ്റ് 840. നോക്കിയേ, 700 നിന്നും 840 ഉയർന്നു എങ്കിൽ എത്ര ശതമാനമാണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്? 700 എന്നുള്ളത് 840 ആയെങ്കിൽ ഇവിടെ എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്തതെന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 840 നിന്നും 700 കുറച്ച് നോക്കുക. 840 നിന്നും 700 കുറച്ചാൽ നമുക്ക് മനസ്സിലാവും 140. അപ്പോൾ 700 നിന്നും 140 ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? 700 നിന്നും 140 ആണ് ഇൻക്രീസ് ചെയ്തത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എത്ര % ആണ് ഇൻക്രീസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര % ഇൻക്രീസ് ചെയ്തു? അപ്പോൾ 140 700-ൻ്റെ എത്ര % ആണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 140 /700 × 100 അല്ലേ? 140 700-ൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 140 /700 × 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 7ഉം 14ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 20. അപ്പോൾ ആൻസർ കിട്ടി 20%. ഓപ്ഷൻ 2. ഓക്കെ. അപ്പോൾ 700-ൻ്റെ 20% കൂടിയത്. അങ്ങനെ കൂടിയപ്പോൾ 840 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സീരീസ് ഈസ് ഗിവൺ ഇൻ with one term missing. Select the correct alternate from the given ones that will complete the series. ADGJ. നോക്കാം. ABCD ഒന്ന് എഴുതി നോക്കിയേ. നമുക്ക് മൊത്തം എഴുതേണ്ട, O വരെ എഴുതിയാൽ മതി. കാരണം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഏറ്റവും വലുത് O ആണ്. O വരെ എഴുതിയാൽ മതി. നോക്കിയേ, ADGJ എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കിയ പ്രത്യേകത, A കഴിഞ്ഞിട്ട് അടുത്ത D, അത് കഴിഞ്ഞിട്ട് G, അത് കഴിഞ്ഞിട്ട് J,
എന്താ പ്രത്യേകത നോക്കിയേ, എ കഴിഞ്ഞ് 2 പേരെ മിസ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും 2 പേരെ ഒഴിവാക്കി, വീണ്ടും 2 പേരെ ഒഴിവാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ ജെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 പേരെ ഒഴിവാക്കണം. ആരെ എടുക്കണം, എം എടുക്കണം. ഓപ്ഷൻ 1 ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ അല്ലായിരുന്നോ? ഇത് അടുത്ത് നോക്കിയേ, ദ എം ബി ഓഫ് ആൻ ഐറ്റം ഈസ് 75% മോർ ദാൻ ഇറ്റ് സി പി ആൻഡ് ഇഫ് 50% ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ദെൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? നോക്കിയേ, വാങ്ങിയ വിലയുടെ 75% കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ്. വാങ്ങിയ വിലയുടെ 75% കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ്. എന്നിട്ട് നമ്മൾ 15% ഡിസ്കൗണ്ടോട് കൂടി വിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയാൽ കണ്ടോ, എന്താ പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 75% കൂട്ടിയാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. എന്നിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 75% കൂട്ടിയ വിലയാണ് മാർക്കറ്റ് പ്രൈസ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്നും വീണ്ടും 15% ഡിസ്കൗണ്ടിലാണ് ഈ സാധനം വിൽക്കുന്നതെങ്കിൽ എത്ര ശതമാനം ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, നമ്മളിത് കച്ചവട കണക്കിനകത്തിൽ അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കിനകത്തിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്താ, ഒരു സാധനത്തിൻ്റെ വില A% ഉയർത്തുകയും പിന്നീട് B% കുറയ്ക്കുകയും ചെയ്താൽ വിലയിൽ എന്തിൻ്റെ ലാഭമുണ്ടാവും, എത്ര ശതമാനം ലാഭമുണ്ടാവും? ആ മോഡൽ പഠിച്ചവർക്ക് മനസ്സിലാവും. എന്തായിരിക്കും ഇക്വേഷൻ? A - B - AB by 100ൻ്റെ ലാഭമുണ്ടാകും. A - B - AB by 100ൻ്റെ ലാഭമുണ്ടാകും. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാധനം A% കൂട്ടുകയും പിന്നീട് B% കുറയ്ക്കുകയും ചെയ്താൽ ആ സാധനത്തിന് ആ വിലയിൽ A - B - AB by 100ൻ്റെ ലാഭമുണ്ടാകും. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓരോ മോഡലും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആ വീഡിയോസ് പഠിച്ചവർക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ വേഗം ചെയ്യാൻ പറ്റും. ദേ നോക്കിയേ, ഇവിടുത്തെ A എന്ന് പറയുന്ന 75 ആണ്. നമുക്ക് 75 മൈനസ് B എന്ന് പറയുന്ന 15 ആണ്, മൈനസ് 75 × 15 ഡിവൈഡഡ് ബൈ 100. 75 × 15 ഡിവൈഡ് ബൈ 100. നോക്കിയേ, 75ൽ നിന്നും 15 പോയി കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. 60 മൈനസ് 100ഉം 15ഉം കൂടെ വിട്ടാൽ അല്ലേ, 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 20 കിട്ടും, ഇവിടെ 3 കിട്ടും. 20ഉം 75ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ഇവിടെ 4 കിട്ടും, ഇവിടെ 15 എന്ന് കിട്ടും അല്ലേ, 15. നോക്കിയ 15 × 3 45, 45 ഡിവൈഡ് ബൈ 4. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ രണ്ട് ഫ്രാക്ഷൻ കുറയ്ക്കാൻ തരികയാണ്. ഫ്രാക്ഷൻ കുറയ്ക്കാൻ തരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്രോസ് ആദ്യം ചെയ്യും. 60 × 4 4 24, 240 മൈനസ് 45 ഡിവൈഡ് ബൈ 4. അപ്പോൾ നോക്കി, 240ൽ നിന്ന് 45 പോയി കഴിഞ്ഞാൽ 195 എന്ന് കിട്ടും അല്ലേ. 195 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും നമുക്ക്? 48.75 എന്ന് കിട്ടും. 48.75, ഓപ്ഷൻ 4 ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്. നോക്കിയേ, താഴെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, 18, 21, 26, 33, 42 അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ നമ്പർ ഒന്ന് എഴുതി നോക്കിയേ, 18, 21, 26, 33, 42 അല്ലേ. അടുത്ത രണ്ട് ടേമാണ് ചോദിച്ചിരിക്കുന്നത്. 2 ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 18ഉം 21 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3 അല്ലേ. എന്ന് വെച്ചാൽ 18ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് 21 കിട്ടി. 21ൻ്റെ കൂടെ 5 കൂട്ടിയാൽ നമുക്ക് 26 കിട്ടും. 26ൻ്റെ കൂടെ 7 കൂട്ടിയാൽ നമുക്ക് 33 കിട്ടും. 33ൻ്റെ കൂടെ 9 കൂട്ടിയാൽ നമുക്ക് 42 കിട്ടും. മേളിൽ നോക്കിയേ, 3 കൂട്ടി 5 7 9, 3 5 7 9. നമുക്കറിയാം കോൺസിക്യൂട്ടീവായിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ് അല്ലേ, അടുത്തടുത്ത് വരുന്ന ഓഡ് നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ 9 കഴിഞ്ഞ് തൊട്ടടുത്ത ആളാരായിരിക്കും? 11 ആയിരിക്കും. 11 കൂട്ടണം. ഇനി അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? അടുത്ത കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറായ 13 കൂട്ടണം അല്ലേ. 3 5 7 9 11 13. 42ൻ്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 53 എന്ന് കിട്ടും. 53. അടുത്ത് നോക്കിയേ, 53ൻ്റെ കൂടെ വീണ്ടും 13 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 66 എന്ന് കിട്ടും. 66. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3 ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ 3 സ്റ്റുഡൻസ് A, B, C ഗെറ്റ്സ് 215, 105 and 202 mark in an exam respectively. Find the average mark of A, B and C. A എന്ന് പറയുന്നൊരു കുട്ടി, B എന്ന് പറയുന്നൊരു കുട്ടി, C എന്ന് പറയുന്നൊരു കുട്ടി. ഇവർ 3 പേരും പരീക്ഷയ്ക്ക് മേടിച്ച മാർക്കാണ് 215, 105, 202. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 3 പേരുടെയും കൂടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ. ടോട്ടൽ എത്ര? ഇവരുടെ 3 പേരുടെയും കൂടെ മാർക്ക് തമ്മിൽ കൂട്ടുന്നത്. കൂട്ടി നോക്കിയാൽ 215 + 105 + 202 ആൻസർ എത്ര കിട്ടും നമുക്ക്?
എത്ര കിട്ടും നമുക്ക് 522 എന്ന് കിട്ടും. 522 ഡിവൈഡ് ബൈ n നമ്പർ ഓഫ് പീപ്പിൾസ്, എത്ര പേരുണ്ട് ഇവിടെ, എത്ര കുട്ടികളുടെ പറഞ്ഞേക്കുന്നത്, 3 കുട്ടികളുടെ അല്ലേ, എയും ബിയും സിയുടെ ആണ് പറഞ്ഞേക്കുന്നത്, ഡിവൈഡ് ബൈ 3 അല്ലേ. ആൻസർ നമുക്ക് എത്ര കിട്ടും, 522 ഡിവൈഡ് ബൈ 3 174 എന്ന് കിട്ടും. 174 ഓപ്ഷൻ 2. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾസ്. അത് നോക്കിയേ, 8 person A B C D E F G and H are sitting around octagonal table and faces towards the center. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഒക്ടഗൺ ടേബിളിൻ്റെ, ഒക്ടഗൺ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 8 വശമുള്ള ഒരു ടേബിൾ, 8 വശമുള്ള ഒരു ടേബിൾ, 8 വശമുള്ള ഒരു ടേബിൾ. ഈ 8 വശമുള്ള ടേബിളിൻ്റെ സെൻറ്ററിനെ ഫേസ് ചെയ്ത്, ഇതാണ് സെൻറ്ററെങ്കിൽ ആ സെൻറ്ററിനെ ഫേസ് ചെയ്ത് 8 പേര് ഇരിപ്പുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന 8 പേര് ഇരിപ്പുണ്ട്. ഇനി അവർ ഓരോരുത്തരും ഇരിക്കുന്ന പൊസിഷനാണ് പറയുന്നത്. എ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ജി. ദേ നമുക്ക് ഇതിനെ റൈറ്റ്, ഇതേ ഇങ്ങനെ കറങ്ങി പോകുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകുന്നതിനെ നമുക്ക് റൈറ്റ് എന്ന് വിളിക്കാം, ക്ലോക്ക് വൈസിൽ പോകുന്നതിനെ നമുക്ക് ലെഫ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇങ്ങനെ 2 ഡയറക്ഷൻ എഴുതിയിട്ടേക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ റൈറ്റ് എന്നും ക്ലോക്ക് വൈസ് പോകുന്നതിനെ ലെഫ്റ്റ് എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഇവർ പറയുന്നത് നോക്കിയേ, എ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ജി. മനസ്സിലായോ? ജി ഇരിക്കുന്നതിൻ്റെ ജിയുടെ പറഞ്ഞേക്കുന്നത് ജിയുടെ ജിയുടെ റൈറ്റിൽ മൂന്നാമതിരിക്കുന്ന ആളാണ് എ. ജിയുടെ റൈറ്റിൽ നമുക്കിവിടെ ജി എന്ന് കൊടുക്കാം, ഓരോ മൂലയ്ക്കും ഓരോരുത്തർ. അപ്പോൾ ഇവിടെ ജി എന്ന് കൊടുക്കാം, നമുക്കിവിടെ ജി എന്ന് കൊടുക്കാം, ഓക്കെ, ഇവിടെ ജി എന്ന് കൊടുക്കാം. ജി എന്താ പറഞ്ഞേക്കുന്നത്, ജിയുടെ ലെഫ്റ്റ് സൈഡ്, ജിയുടെ റൈറ്റ് സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. റൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം അല്ലേ. തേർഡ് മൂന്നാമതിരിക്കുന്ന ആളാണ് എ, മൂന്നാമതിരിക്കുന്ന 1 2 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരിയിരിക്കുന്നത്, എ ഇരിക്കുന്നത് അല്ലേ. റൈറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ മൂന്നാമതിരിക്കുന്ന ആളാണ് എ. ഓക്കെ ആണോ? എന്നിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് സി. സിയുടെ സെക്കൻഡും കൂടാണ്, സിയുടെ ലെഫ്റ്റ് സൈഡ് സെക്കൻഡാണ് എ ഇരിക്കുന്നത്. സിയുടെ ലെഫ്റ്റ് സൈഡ് സെക്കൻഡ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സി ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. നോക്കിയേ, സി ഇരിക്കുന്നത് ഇവിടെ ആണെങ്കിലാണ് എ സിയുടെ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരാൾ ഒഴിച്ച് രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണ് എ. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ബി ഈസ് ഡയഗണലി ഓപ്പോസിറ്റ് ടു എ. എയുടെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ആരിയിരിക്കുന്നത്, ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ എതിരെ വരയ്ക്കുന്നതാണ് ആരിയിരിക്കുന്നത്, ബി ഇരിക്കുന്നത്. ഇവിടെയാണ് ബി ഇരിക്കുന്നത്. ഓക്കെ ആണോ? ഇവിടെയാണ് ബി ഇരിക്കുന്നത്. ഓക്കെ, ബി ഇരുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ആൻഡ് സിറ്റിംഗ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ഇ. ഇയുടെ റൈറ്റിൽ മൂന്നാമത്തെ ആൾ കൂടിയാണ് ബി എന്ന് പറയുന്നത്. ഇയുടെ റൈറ്റിൽ മൂന്നാമത്തെ ആൾ കൂടിയാണ് ആര്, ബി എന്ന് പറയുന്നത്. ഇയുടെ റൈറ്റിൽ മൂന്നാമത്തെ ആൾ അല്ലേ, ഇയുടെ റൈറ്റിലുള്ള മൂന്നാമത്തെ ആൾ. അപ്പോൾ ഇവിടെ ഇയെ ഇരുത്തി കഴിഞ്ഞാൽ നോക്കിയേ, ഇയുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൈറ്റ്. അപ്പോൾ ഈ ഡയറക്റ്റിൽ മൂന്നാമത്തുള്ള അല്ലേ, തേർഡ് 3 1 2 3 മൂന്നാമത് ബി ആണ്. അപ്പോൾ ഇയെ ഞാൻ ഇവിടെ ഇരുത്തി. ഓക്കെ ആണോ? ഇനി എഫ് ആൻഡ് ഡി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഈച്ച് അതർ. എഫും ഡിയും ഏറ്റവും അടുത്തടുത്തിരിക്കുന്ന 2 പേരാണ്. അങ്ങനെ അടുത്തടുത്തിരിക്കാൻ പറ്റിയ 2 പ്ലേസേ ഉള്ളൂ ഇവിടെ. അതെ, അടുത്തടുത്തിരിക്കണമെങ്കിൽ 2 പ്ലേസേ ഇവിടെ ഉള്ളത്. ഒന്നെങ്കിൽ ഇവിടെ കണ്ടോ, ഈ 2 പ്ലേസാണ് അടുത്തുള്ളത്. ഒന്നെങ്കിൽ എഫ് ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഡി ഇവിടെ ഇരിക്കും. കണ്ടോ, എഫും ഡിയും അടുത്തടുത്തിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഡി ഈസ് സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ടു സി. സിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന ഡയഗണലി ഓപ്പോസിറ്റായിട്ടിരിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ഇവിടെ ഇരിക്കും അല്ലേ, കറക്റ്റാ, ഡി അവിടെ ഇരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എച്ച് റെസ്പെക്ട് ടു എ. അങ്ങനെയാണെങ്കിൽ ഇനി ഇരിക്കാനുള്ള ആരാ, എ ഇരുന്നു, ബി ഇരുന്നു, സി ഡി ഇ എഫ് ജി ഇരുന്നു. എച്ച് ആണ് ഇരിക്കാത്തത്, എച്ച് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ, എച്ച് അവിടെ ഇരിക്കും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എച്ച് എവിടെയാണ് ഇരിക്കുന്നത്, എയുടെ ഏത് ഭാഗത്താണ് എച്ച് ഇരിക്കുന്നത്? നമുക്ക് പറയാം എയുടെ വലത് ഭാഗത്ത് അല്ലേ, വലത് ഭാഗത്ത് ഇങ്ങോട്ട് പോകുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ റൈറ്റ് ഭാഗം അല്ലേ. എയുടെ റൈറ്റിലാണ് എച്ച് ഇരിക്കുന്നത് അല്ലേ, എയുടെ റൈറ്റ് ഭാഗത്താണ് എച്ച് ഇരിക്കുന്നത്, എയുടെ റൈറ്റ് ഭാഗത്താണ് എച്ച് ഇരിക്കുന്നത്. എത്രാമത്, 1 2 മൂന്നാമത്തെ സ്ഥാനത്താണ് റൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എയുടെ മൂന്നാമത് റൈറ്റ് ഇരിക്കുന്നതാണ് എച്ച്. നമുക്ക് പറയാം തേർഡ് ടു ദി റൈറ്റ് ആണ് എച്ച്. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞാൽ മനസ്സിലായല്ലോ.
ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു പടം വരയ്ക്കുക, ലെഫ്റ്റും റൈറ്റും ഏതാണെന്ന് അടയാളപ്പെടുത്തുക, അതിനുശേഷം അത് ചെയ്താൽ മതി. ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ദെൻ വാട്ട് ഈസ് ദ പേഴ്സൺ ചേഞ്ച്ഡ് ഇറ്റ്സ് ഏരിയ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ സൈഡ് 20% അധികരിച്ചാൽ അതിൻ്റെ ഏരിയ എത്ര ശതമാനം അധികരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഇങ്ങോട്ട് ഓക്കെ, ഞാനൊരു സ്ക്വയറിൻ്റെ സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. സ്ക്വയറിൻ്റെ സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ആദ്യം സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണെങ്കിൽ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിരിക്കും. ഏരിയ എക്സ് സ്ക്വയർ ആയിരിക്കും. സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, അതായത് സൈഡിൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സൈഡ് ആണെങ്കിൽ സൈഡ് എന്തായിരിക്കും? ഏരിയ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. ഏരിയ എക്സ് സ്ക്വയർ ആയിരിക്കും. ഇനി എന്താ പറയുന്നത്? ഈ സൈഡ് 20% ഞാൻ അധികരിപ്പിക്കുന്നു. 20% സൈഡ് അധികരിപ്പിക്കുന്നു. 20% അധികരിപ്പിക്കുക എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 20% അധികരിക്കുന്നു അല്ലേ? എക്സിൻ്റെ 20% വർദ്ധിപ്പിക്കുന്നു. അതായത് 20% വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ കൂടെ 100 എപ്പോഴും ആഡ് ചെയ്യണം. വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 100 ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 120/100 ആയിരിക്കും. 120/100 ആയിരിക്കും. ഇതായിരിക്കും സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ എഴുതാം എക്സ് ഇൻറ്റു 120/100 ആണ് സൈഡ്. അങ്ങനെ ഉള്ളപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇൻറ്റു 120ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 അല്ലേ? അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാം 120 × 120. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. ഈ 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പം 12 × 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 144. 144 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. 144 ഡിവൈഡ് ബൈ 100. അപ്പോൾ അധികരിപ്പിച്ച് കഴിഞ്ഞുള്ള ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു 144/100 ആണ്. അധികരിപ്പിച്ചതിന് ശേഷമുള്ള ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു 144/100 ആണ്. ഓക്കെ, അധികരിപ്പിക്കുന്നതിന് മുമ്പ് എക്സ് സ്ക്വയർ ആയിരുന്നു. ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ എന്തും കൂടെ വന്നു? 144 × 100 കൂടെ വന്നു. എന്ന് വെച്ചാൽ എത്ര ശതമാനം കൂടി? 144 ആകണമെങ്കിൽ ഇവിടെ നോക്കിയേ, 20 ആണെങ്കിൽ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കും? 120 എടുക്കും അല്ലേ? 20 ആണെങ്കിൽ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 120 എടുക്കും. 100 കൂടെ ആഡ് ചെയ്യും അല്ലേ? എന്ന് വെച്ചാൽ ഈ 144 നിന്നും 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 44% വർദ്ധിച്ചു. 44% വർദ്ധിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്ത കണക്ക് നോക്കാം. നോക്കിയേ, 3 പൊസിഷൻ ഓഫ് എ ഡൈസ് ആർ ഗിവൺ ബിലോ. വാട്ട് വിൽ കം ഓപ്പോസിറ്റ് ടു ദി ഫേസ് കണ്ടെയ്നിങ് ബ്ലാക്ക്? ബ്ലാക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇത് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇതൊരു ഡൈസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതൊരു ഡൈസ് ആണെന്ന് വിചാരിക്കുക. ഇതിന് എത്ര വശങ്ങളുണ്ട്? 6 ഭാഗങ്ങളുണ്ട് അല്ലേ? 6 വശമുണ്ട്. 1, 2, 3 അല്ലേ? നീ ഒന്നിന് ഓപ്പോസിറ്റായിട്ട് അപ്പുറത്തൊരു വശമുണ്ട് 4 അല്ലേ? നീ ഒന്നിൻ്റെ ഇവിടെ ഒരു സൈഡ് ഉണ്ടായിരിക്കും 5, ഇവിടെ ഒരു സൈഡ് ഉണ്ടായിരിക്കും 6. ഇങ്ങനെ 6 വശം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ആളെ ഞാൻ ബ്ലാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആൾ ബ്ലാക്ക് ആണെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്ന്. ഒന്നാമത്തെ ആൾ ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? ഈ 4നെയാണ്. ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 4നെയാണ്. ഈ ബ്ലാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് 4ാമത്തെ ആളാണ് അല്ലേ? 2 എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ നൈബറാണ്. 3 എന്ന് പറയുന്നതും ബ്ലാക്കിൻ്റെ അടുത്തുള്ള ആളാണ്. 5 എന്ന് പറയുന്നതും ബ്ലാക്കിൻ്റെ അടുത്തുള്ള ആളാണ്. 6 എന്ന് പറയുന്നതും ബ്ലാക്കിൻ്റെ അടുത്തുള്ള ആളാണ് അല്ലേ? നോക്കിയേ, ബ്ലാക്കിന് അടുത്തുള്ള 4 കളറും ഒരു കളറും ഓപ്പോസിറ്റും ആയിരിക്കും. ബ്ലാക്കിനടുത്ത് 4 കളറും ഒരു കളറും ഓപ്പോസിറ്റും ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ബ്ലാക്കിനോടടുത്ത് യെല്ലോ ഉണ്ട്. ബ്ലാക്കിനോടടുത്തുള്ള കളേഴ്സ് നമുക്ക് എഴുതാം. ബ്ലാക്കിനോടടുത്തുള്ള കളറ് യെല്ലോ ഉണ്ട്. ബ്ലാക്കിനടുത്ത് യെല്ലോ ഉണ്ട്. ഇപ്പുറത്ത് പിങ്ക് ഉണ്ട്. 2ാമത്തെ ആൾ പിങ്ക്. ഇവിടെ നോക്കിയേ, ഇവിടെ ബ്ലാക്കിനോടടുത്ത് ഓറഞ്ച് ഉണ്ട്. ഇതെല്ലാം ഒരു ഡൈസ് ആണ്. അത് വിവിധ പൊസിഷനിൽ വെച്ചേക്കുന്ന കാണിക്കുക. ഓറഞ്ച് ഉണ്ട്. ഇവിടെ നോക്കിയേ, ബ്ലൂ ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്ലാക്കിന് 4 അഡ്ജസൻറ്റ് സൈഡ് വരും, 4 അടുത്തടുത്ത സൈഡും വരും, ഒരു ഓപ്പോസിറ്റ് സൈഡും വരും. ഇവിടെ നോക്കിയേ, ബ്ലാക്കിന് അടുത്തുള്ള 4 സൈഡ് നമുക്ക് കിട്ടി. ബ്ലാക്കിന് അടുത്ത് വരാൻ ചാൻസ് ഉള്ള 4 സൈഡ് 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5ാമതായിട്ടൊരു കളറുണ്ട്. നോക്കിയേ, പിങ്ക് നമ്മൾ പറഞ്ഞു. പർപ്പിൾ കണ്ടോ? അടുത്തൊരു കളറായിട്ട് വന്ന പർപ്പിൾ. ഇത് 5ാമത്തെ കളറാണ്.
അതായത് അഞ്ചാമത്തെ കളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി നാലെണ്ണം ബ്ലാക്കിന് അടുത്ത് വരുന്ന കളറും അടുത്തതായിട്ട് വരുന്ന കളർ ബ്ലാക്കിന് ഓപ്പോസിറ്റുള്ള കളറും ആയിരിക്കും. അതായിരിക്കും പർപ്പിൾ എന്ന് പറയുന്നതായിരിക്കും ബ്ലാക്കിന് ഓപ്പോസിറ്റുള്ള കളർ. പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ. നമ്മളൊരു ഡയസ് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ നമ്മൾ ബ്ലാക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലാക്കിന് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ബ്ലാക്കിന് നൈബേഴ്സ് 4 സൈഡ് കാണും. ആ 4 സൈഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. യെല്ലോ ആണ്, പിങ്ക് ആണ്, ഓറഞ്ച് ആണ്, ബ്ലൂ ആണ്. ഇതാണ് ബ്ലാക്കിന് അടുത്തുള്ള കളർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇനിയൊരു കളർ വരുവാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഇനിയൊരു കളർ പർപ്പിളായിട്ട് തരുന്നു, അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 8% ഓഫ് CP ഈക്വൽ ടു 6% ഓഫ് SP. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. എന്താ പറഞ്ഞേക്കുന്നത്? CPയുടെ 80% SPയുടെ 60% ഈക്വൽ ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ 80% സെല്ലിംഗ് പ്രൈസിൻ്റെ 60% ഈക്വൽ ആണെങ്കിൽ എങ്ങനെ എഴുതി നോക്കാം? കോസ്റ്റ് പ്രൈസിൻ്റെ 80%, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CP × 80 ഡിവൈഡഡ് ബൈ 100 അല്ലേ? ഇതാണ് CPയുടെ 80%. അതെന്തിനോട് ഈക്വലാണ്? SPയുടെ 60%-നോട് ഈക്വലാണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, 100ഉം കൂടെ കട്ട് ചെയ്ത് പോയി. 100ഉം കൂടെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. രണ്ടും ഒരേ സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കട്ട് ചെയ്ത് കളയാം. ഇനി നോക്കിയേ, CP × 80 ഈക്വൽ ടു SP × 60 ആണ്. CP × 80 ഈക്വൽ ടു SP × 60 ആണ്. ഇതിനെ എനിക്കിത് ഇങ്ങനെ എഴുതാം, CP ഡിവൈഡ് ബൈ SP. ഇവിടെ ഗുണിച്ചിരിക്കുന്ന SPയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 80നെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ 60 ഡിവൈഡ് ബൈ 80 എന്ന് എഴുതാം. മനസ്സിലായോ? CP ബൈ SPയെ ഈക്വൽ ടു 60 ബൈ 80 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ഇനി A ബൈ Bയെ എനിക്ക് A:B എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം CP × SP എന്ന് പറയുന്നത് 60:80 ആണ്. 60:80 ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. 60:80. രണ്ടിടത്തും 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 6:8 എന്ന് എഴുതാമല്ലോ. 6:8 എന്ന് എഴുതാമല്ലോ. 6:8 എന്ന് എഴുതാമല്ലോ. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 6:8 ആണ്. അതിനെ ഒന്നും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ എനിക്ക് 3:4 എന്ന് എഴുതാം. ഒന്നും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ 3:4 എന്ന് എഴുതാം. അപ്പോൾ CP 3 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 3 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 4 ആയിരിക്കും. അതാണ് ഉദ്ദേശം. കോസ്റ്റ് പ്രൈസ് 3 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 4 ആയിരിക്കും. നമുക്ക് എന്താ കാണേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും കാണേണ്ടത്. ഇവിടെ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 3 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 4 ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 3 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം നമ്മൾ 4 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? ലാഭമായിരിക്കും ഉണ്ടാകുന്നത്. ഓപ്ഷനിൽ നിന്നും 2 എണ്ണം നമുക്ക് വെട്ടിക്കളയാം, ലോസ്. ഓക്കെ, ഇനി എത്ര ശതമാനമായിരിക്കും ലാഭം ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കി, ഇവിടെ ലാഭം, ഇവിടെ 3 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം 4 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ലാഭം എത്ര വരും? 1 വരും അല്ലേ? അപ്പോൾ ലാഭം ഡിവൈഡഡ് ബൈ മുടക്കുമുതൽ 3 ആണ് × 100. 1/3 × 100 ആൻസർ കിട്ടും. ഓപ്ഷൻ 1, 33.33 പ്രോഫിറ്റ്. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റുഡൻസ് ഗോട്ട് 20% മാർക്ക് ആൻഡ് ഫെയിൽഡ് ബൈ 72 മാർക്ക്. ഇഫ് ഹി സ്കോർസ് 40% മാർക്സ് then he gets 8 മാർക്ക് more than the passing mark. Find the passing mark. ഓക്കെ, എന്താ പറയുക? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. എന്താ പറയുന്നത്? നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു ഡെഡ് ലൈൻ വെക്കും അല്ലേ? ഒരു ബോർഡർ വെക്കും. ആ ബോർഡറിൻ്റെ അപ്പുറത്ത് മാർക്ക് മേടിക്കുന്നവർ മാത്രമേ പാസ്സാകത്തുള്ളൂ അല്ലേ? ആ ബോർഡറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റ് 20% മാർക്ക് വാങ്ങി, പക്ഷേ 72 മാർക്കിന് തോറ്റുപോയി. എന്ന് വെച്ചാൽ ഈ പരീക്ഷയുടെ മാർക്ക് X ആണെങ്കിൽ, ഈ പരീക്ഷയുടെ മൊത്തം മാർക്ക് X ആണെങ്കിൽ അതിൻ്റെ 20% ഈ കുട്ടി വാങ്ങി. 20% മാർക്ക് എന്ത് ചെയ്തു? ഈ കുട്ടി വാങ്ങി 20% മാർക്ക്. അപ്പം ടോട്ടൽ മാർക്ക് X ആണെങ്കിൽ അതിൻ്റെ 20% എന്ത് ചെയ്തു? മാർക്ക് വാങ്ങി. 20% വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20/100 കൊണ്ട് ഗുണിക്കണം അല്ലേ? അതിൻ്റെ കൂടെ 72 കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഡെഡ് ലൈനിലെത്തും. 72 കൂട്ടിയാൽ ഈ ഡെഡ് ലൈനിലെത്തും. ഓക്കെയാണോ പറഞ്ഞേക്കുന്നത്? ഈ ഡെഡ് ലൈനിലെത്താൻ എന്ത് ചെയ്യണം? X × 20 ഡിവൈഡ് ബൈ 100 + 72 ചെയ്യണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 20x ഡിവൈഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്ത്
പ്ലസ് 72 അല്ലേ. 2x ഡിവൈഡ് ബൈ 10 പ്ലസ് 72 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, ഒന്നാമത്തെ വരിയിൽ നിന്ന് അത്രയും പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഇഫ് ഹി സ്ക്വയർസ് 40% മാർക്ക്, ഇനി അയാൾ 40%, ഇനി ആ കുട്ടി 40% മാർക്ക് മേടിച്ചെങ്കിൽ ഹി ഗെറ്റ് 8 മാർക്സ് മോർ. ഈ പാസിംഗ് മാർക്കിനേക്കാൾ 8 മാർക്ക് കൂടുതലാണത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുൾ മാർക്കിൻ്റെ 40% മേടിച്ചിരുന്നെങ്കിൽ അതെന്ത് ചെയ്തേനെ? ഈ മാർക്കിനേക്കാൾ 8 കൂടുതലായേനെ. അതിനർത്ഥം അതിൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഈ പാസിംഗ് മാർക്ക് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x ബൈ 10 മൈനസ് 8 എന്ന് പറയുന്നതാണ് പാസിംഗ് മാർക്ക്. അപ്പോൾ ഇതും പാസിംഗ് മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഈക്വൽ ടു ഇട്ട് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? 2x ഡിവൈഡ് ബൈ 10 പ്ലസ് 72 ഈക്വൽ ടു 4x ഡിവൈഡ് ബൈ 10 മൈനസ് 8. എക്സ് ഉള്ള ടേം എല്ലാം ഒന്നിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. വേണ്ട, ഓക്കെ, നമുക്ക് ഈ 2xനെ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2xനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമെങ്കിൽ 4x ഡിവൈഡ് ബൈ 10 മൈനസ് 2x ഡിവൈഡ് ബൈ 10 എന്ന് എഴുതാം. ഈക്വൽ ടു ഈ മൈനസ് 8നെ നമ്മൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് 72 പ്ലസ് 8 എന്നായി. 4xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ ബാക്കി 2x ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 72 പ്ലസ് 8 80 എന്ന് കിട്ടും അല്ലേ, 80. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 10 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. 2x ഈക്വൽ ടു 80 ഇൻറ്റു 10 800 എന്ന് കിട്ടും. 2x 800 ആണെങ്കിൽ x നമുക്ക് പറയാം 800 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 400 എന്ന് കിട്ടും. 400. അപ്പോൾ എക്സ് കിട്ടി, 400 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടോട്ടൽ മാർക്കാണ് എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പാസിംഗ് മാർക്കാണ്. പാസിംഗ് മാർക്ക് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2 പാസിംഗ് മാർക്ക് കണ്ടിട്ടുണ്ട്. 4x ഡിവൈഡ് ബൈ 10 മൈനസ് 8 എന്ന് പറയുന്നതും പാസിംഗ് മാർക്കാണ്. 2x ഡിവൈഡ് ബൈ 10 പ്ലസ് 72 എന്ന് പറയുന്നതും പാസിംഗ് മാർക്കാണ് അല്ലേ. അതിലേതെങ്കിലും ഒരു വാല്യൂവിൽ എക്സ് ഇട്ട് കൊടുക്കുക. എക്സ് 4xനകത്തിൽ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു എക്സ് എത്ര? 400 ഡിവൈഡഡ് ബൈ 10 മൈനസ് 8 എത്ര കിട്ടും? നോക്കിയേ, 0 ക്യാൻസൽ ചെയ്ത് അല്ലേ, 0 ക്യാൻസൽ ചെയ്ത് 4 ഇൻറ്റു 4 16, 160 മൈനസ് 8 ആൻസർ കിട്ടും 152. ആൻസർ 152, ഓപ്ഷൻ 2. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സ്മാളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 15, 28 ആൻഡ് 25 വിച്ച് ഗീവ്സ് റിമൈൻഡർ ആസ് 8 ഇൻ ഈച്ച് കേസ്. എങ്ങനെ ഇതിന് 3നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ നമ്പേഴ്സിൻ്റെ LCM എടുക്കുക. അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ 28 തന്നെ നിൽക്കും, ഇവിടെ 5 കിട്ടും അല്ലേ. ഇനി നോക്കിയാൽ ഇനി ഏതെങ്കിലും നമ്പറായിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ കൊണ്ട് ഗുണിക്കാം. 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 5 75 എന്ന് കിട്ടും അല്ലേ. 75 ഇൻറ്റു 28 2100 എന്ന് കിട്ടും. 2100. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മൂന്നും കൂടെ ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ 8 എന്ത് ചെയ്യണം? റിമൈൻഡർ കിട്ടണമെങ്കിൽ ഈ 2100ൻ്റെ കൂടെ 8 അങ്ങ് കൂട്ടുക. ആൻസർ കിട്ടും 2108 എന്ന് കിട്ടും. ഓപ്ഷൻ 3. മനസ്സിലായോ? റിമൈൻഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റിമൈൻഡർ ആ LCMൻ്റെ കൂടെ അങ്ങ് കൂട്ടുക. അതല്ല പൂർണ്ണമായിട്ടുമാണ് ഡിവൈഡ് ചെയ്യാൻ കഴിയേണ്ടതെങ്കിൽ നമ്മൾ ആ LCM തന്നെ എഴുതി വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. There are 3 numbers A, B and C such that A is to B is to C equal to 2 is to 3 is to 1. The sum of A, B and C is 120. Find B. എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ 3 നമ്പർ തന്നിട്ടുണ്ട്, എയും ബിയും സിയും. അത് നമ്മളെ റേഷ്യോ ആണ് തന്നേക്കുന്നത് 2:3:1. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ 3 നമ്പറിൻ്റെ കൂടെ സം എന്ന് പറയുന്നത് 120 ആണെങ്കിൽ എന്താണ് ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മ് 120 ആണെങ്കിൽ ബി കണ്ടുപിടിക്കാൻ 120 ഇൻറ്റു ഇവിടെ ബി എന്ന് പറയുന്നത് 3 ആണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയെയും നമ്മൾ 2 + 3 + 1 ഇതിൻ്റെ അംശബന്ധം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഈ 6ൽ 3 ഭാഗം എന്ന് പറയുന്നത് B ആണ്. അങ്ങനെയാണെങ്കിൽ 3/6
ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് 23 60 എന്ന് കിട്ടും. ബി എന്ന് പറയുന്നത് 60 എന്ന് കിട്ടും. മനസ്സിലായോ? സമ്മിൽ നിന്നും സമ്മിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, സമ്മിൻ്റെ കൂടെ ഇത് എത്ര ഭാഗമാണ് ബി എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, ഇൻ ദ ഗിവൺ ഫിഗർ ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ടെന്നീസ് പ്ലെയേഴ്സ്, റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ഫുട്ബോൾ പ്ലെയേഴ്സ്, സർക്കിൾസ് റെപ്രസെൻറ്റ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് ദോസ് ഹൂ പ്ലേസ് ബോത്ത് ക്രിക്കറ്റ് ആസ് വെൽ ആസ് ഫുട്ബോൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ താഴെ തന്നിരിക്കുന്ന ഫിഗറിനകത്തിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ടെന്നീസ് പ്ലെയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ടെന്നീസ് പ്ലെയേഴ്സ്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഫുട്ബോൾ പ്ലെയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഫുട്ബോൾ. ഇനി സർക്കിൾ എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മുടെ ചോദിച്ചേക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് എ ലെറ്റേഴ്സ് റെപ്രസെൻറ്റ് ദോസ് ഹൂ പ്ലേസ് ബോത്ത് ക്രിക്കറ്റ് ആസ് വെൽ ആസ് ഫുട്ബോൾ. ക്രിക്കറ്റും ഫുട്ബോളും കൂടെ കളിക്കുന്ന എത്ര പേരുണ്ട്? ക്രിക്കറ്റും ഫുട്ബോളും കൂടെ കളിക്കുന്ന എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിലും സർക്കിളിലും കൂടെ ഉൾപ്പെടുന്നവർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റെക്റ്റാങ്കിളിലും സർക്കിളിലും കൂടെ ഉൾപ്പെടുന്നവർ എത്ര പേരുണ്ട്? റെക്റ്റാങ്കിളിലും സർക്കിളിലും കൂടെ ഉൾപ്പെടുന്നത്, സർക്കിളിലും റെക്റ്റാങ്കിളിലും കൂടെ ചേർന്ന് വരുന്നത് ഇത്രയും ഭാഗമാണ് അല്ലേ, ഇത്രയും ഭാഗമാണ് ചേർന്ന് വരുന്നത്. അതിനകത്ത് ഈ ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പം ഡിയും ഇയുമാണ് ഇത് രണ്ടും കളിക്കുന്ന ആൾക്കാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് RS 3375 in 2 years. Find the rate of interest is 50%. Find the principal amount. ഒരു തുക 15% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 3375 രൂപയാണെങ്കിൽ ആ എമൗണ്ട്, ആ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു തുകയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 3375 എത്ര വർഷത്തെ? 2 വർഷത്തെ 15% പലിശ നിരക്കിൽ. അങ്ങനെയാണെങ്കിൽ ആ തുക കണ്ടുപിടിക്കാനെന്നാണ് പഠിച്ചിരിക്കുന്നത്. ആ തുക കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിത് നേരെ തിരിച്ചെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയാ? തുക തരും, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നു, അത് കഴിഞ്ഞ് പലിശ നിരക്കും തന്നിട്ട് നമ്മളടുത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും വ്യത്യാസം കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യനകത്തിലോട്ട് നമ്മൾ ഈ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? P ഇൻറ്റു R/100 ദ ഹോൾ റേസ് ടു n എന്നുള്ളതാണ് ഇക്വേഷൻ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് കിട്ടിയിരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കിട്ടുമായിരുന്നു. ഇവിടെ വ്യത്യാസം തന്നിട്ടുണ്ട് 3375 എന്നല്ലേ. പി തന്നിട്ടില്ല, പി കണ്ടുപിടിക്കണം. R തന്നിട്ടുണ്ട്, R 15%, 15/100 ഇൻറ്റു n തന്നിട്ടുണ്ട്. n 2 വർഷമായതുകൊണ്ട് നമ്മൾ 2 തവണ എഴുതി ഗുണിക്കുന്നു. 15/100 ഈക്വൽ ടു 3375 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത് നോക്കിയേ, 100ഉം 15ഉം കൂടെ വെട്ടുന്നു, ഇവിടെ 20 കിട്ടും, ഇവിടെ 3 കിട്ടും. ഇവിടെയും വെട്ടുന്നു, ഇവിടെ 3 കിട്ടും, ഇവിടെ 20 കിട്ടും അല്ലേ. ഇനി നോക്കിയേ, P ഇൻറ്റു 9/400 ഈക്വൽ ടു 3375. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്നത് എത്ര കിട്ടും? P എന്ന് പറയുന്നത് 3375 ഇൻറ്റു 400/9 കിട്ടും. 400/9 ആൻസർ എത്ര കിട്ടും നമുക്ക്? 9ഉം 3375 കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 കിട്ടും, ഇവിടെ 1125 കിട്ടും. ഇത് വീണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 375 കിട്ടും. 375 ഇൻറ്റു 400 1,50,000 എന്ന ആൻസർ കിട്ടും. 1,50,000 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷനകത്തിലേക്ക് നമ്മൾ വാല്യൂസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൗണ്ട് ദ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഫോളോവിങ് ഫിഗർ. അതായത് സിമ്പിളാണ്. നോക്കിയേ, ആദ്യത്തെ വരി എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കിയേ. ഇത് 1 2 3. ക്വസ്റ്റ്യൻ നോക്കിയേ, 5 sin 15 sec 75 പ്ലസ് 2 tan 45 പ്ലസ് 3 sec 230. നോക്കാം. 5 sin 15 പ്ലസ് 5 sin 15 sec 75 പ്ലസ് 2 tan 45 പ്ലസ് 3 sec 230 വാല്യൂ ആണ് നമുക്ക് കാണാം. ഇവിടെ sec 230 അല്ല, sec square 30 ആണ് കേട്ടോ. sec square 30 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ, 5 sin 15 ഞാൻ അതേപോലെ sec 75നെ ഞാൻ 90 മൈനസ് 15 എന്ന് എഴുതി. 75 പകരം ഞാൻ 90 മൈനസ് 15 എന്ന് എഴുതുന്നു. 2 tan 45 പ്ലസ് 3 sec square 30 എന്ന് എഴുതുന്നു. 3 sec square 30
ഓക്കെ, ഇത് സീക്ക് 90 മൈനസ് തീറ്റ, സീക്ക് 90 മൈനസ് തീറ്റ കൊസീക്ക് തീറ്റയാണ്. കൊസീക്ക് തീറ്റ, ഇവിടെ തീറ്റയ്ക്ക് പകരം 15. എന്താ പറഞ്ഞാൽ സീക്ക് 90 മൈനസ് തീറ്റ കൊസീക്ക് തീറ്റയാണ്, അതായത് കൊസീക്ക് 15. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, 5 സൈൻ 15 ഇൻറ്റു കൊസീക്ക് 15 പ്ലസ് 2 ടാൻ 45 പ്ലസ് 3 6 സ്ക്വയർ 30 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി ഈ കൊസീക്ക് 15 എനിക്ക് എഴുതാം. കൊസീക്ക് 15 എന്ന് പറയുന്നത് 1/sin50 ആണ്. 1/sin50 എന്ന് വെച്ചാൽ സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. എന്ന് വെച്ചാൽ കൊസീക്കിന് പറയാൻ എനിക്ക് 1/sin എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 5 sin 15 ഇൻറ്റു sin 15 1/sin15 പ്ലസ് 2 tan 45. tan 45 എന്ന് വെച്ചാൽ 1 ആണ്. tan 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 3 6 സ്ക്വയർ 30. സീക്ക് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇൻറ്റു സീക്ക് 30 എന്ന് വെച്ചാൽ 2/√3 ആണ്. ഇവിടെ സ്ക്വയർ വന്നേക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ. ഓക്കെ ആണോ? സൈൻ 15 കൂടെ ക്യാൻസൽ ചെയ്തു. 5 പ്ലസ് 2 ഇൻറ്റു 1 2 പ്ലസ് 3 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ഡിവൈഡ് ബൈ √3യുടെ സ്ക്വയർ 3 അല്ലേ? 3യും 3യും കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 5 പ്ലസ് 2 7, 7 പ്ലസ് 4 11 ആൻസർ കിട്ടി. ഓപ്ഷൻ 3. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത വാല്യൂ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ HCF ഓഫ് 56 216 28 അല്ലേ? 56 216 28ൻ്റെ HCF കാണണം. എങ്ങനെ HCF കാണുന്നത്? പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ 56 ഡിവൈഡ് ബൈ 2 അല്ലേ? 28 എന്ന് കിട്ടും. 28, 108 28നെ ചെയ്യുമ്പോൾ 14. ഓക്കെ ആണോ? വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യുമ്പോൾ 14, 54, 7. ഇനി 14, 54, 7 ഏതുകൊണ്ട് ചെയ്യാം നമുക്ക് അല്ലേ? 14, 54, 7 ഇത് മൂന്നിനെയും കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 2 × 2 ആണ്. ആൻസർ 4. 2 × 2 ആയതുകൊണ്ട് ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആദ്യത്തെ 50 ക്വസ്റ്റ്യനകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.